ഓൾ ഓഫ് യു വെൽക്കം. ഇന്ന് നാം ഡിസ്കസ് ചെയ്യുന്നത് കോംപ്ലക്സ് ഐഗൺ വാല്യൂസ്. സോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഐഗൺ വാല്യൂസ് എന്താണ്, ഐഗൺ വെക്റ്റേഴ്സ് എന്താണ് എന്നൊക്കെ ഡിസ്കസ് ചെയ്തു. കൂടാതെ ഒരു 3x3 ഓർഡർ മെട്രിക്സിൻ്റെ ഐഗൺ വാല്യൂസ് കാണുന്നത് എങ്ങനെയാണെന്നും ഡിസ്കസ് ചെയ്തു. സോ ആ വീഡിയോ കാണാത്തവർ അത് കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണും. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കോംപ്ലക്സ് ഐഗൺ വാല്യൂസിനെ കുറിച്ചാണ്. സോ നമുക്കൊരു എ എന്ന് പറഞ്ഞൊരു മെട്രിക്സ് ഉണ്ട്. അതിൻ്റെ ഓർഡർ n/n ആണ് വിത്ത് റിയൽ എൻട്രീസ്. ദെൻ ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഡിറ്റർമിനൻ്റ് ഓഫ് a-λi ഇസ് ഈക്വൽ ടു 0. ഇതാണ് നമ്മുടെ എ എന്ന് പറഞ്ഞ മെട്രിക്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത്. സോ ഈ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ്റെ റൂട്ട്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഐഗൺ വാല്യൂ ഓഫ് ദി മെട്രിക്സ് എ. സോ ഇങ്ങനെ ഈ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻസിൻ്റെ റൂട്ട്സ് കാണുമ്പോൾ നമുക്ക് എല്ലാം റിയൽ വാല്യൂ തന്നെ കിട്ടണം എന്നില്ല. സം കേസ് എന്ത് കിട്ടാം? കോംപ്ലക്സ് റൂട്ട്സ് കിട്ടാം. ഇങ്ങനെ കോംപ്ലക്സ് റൂട്ട്സ് കിട്ടുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോംപ്ലക്സ് ഐഗൺ വാല്യൂസ്. സോ ഈ കോംപ്ലക്സ് ഐഗൺ വാല്യൂസും അതിൻ്റെ ഐഗൺ വെക്റ്റേഴ്സും തമ്മിലൊരു റിലേഷൻസ് ഉണ്ട്. അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ആ റിലേഷൻ എന്താണെന്ന് നോക്കാം. കോംപ്ലക്സ് ഐഗൺ വാല്യൂസും അതിൻ്റെ ഐഗൺ വെക്റ്റേഴ്സും തമ്മിലുള്ള റിലേഷൻ ഒരു തിയറായിട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സോ ആ റിസൾട്ട് എന്താണെന്ന് നോക്കാം. ലെറ്റ് എ ബി എ സ്ക്വയർ മെട്രിക്സ് വിത്ത് റിയൽ എൻട്രീസ്. ഇഫ് ലാംഡ ഇസ് ഈക്വൽ ടു ആൽഫ പ്ലസ് ഐ ബീറ്റ വേർ ബീറ്റ നോട്ട് ഈക്വൽ ടു 0 ഇസ് എ കോംപ്ലക്സ് ഐഗൺ വാല്യൂ ഓഫ് എ. ദെൻ ഇറ്റ്സ് കോൺജുഗേറ്റ് ലാംഡ ബാർ ഇസ് ഈക്വൽ ടു alpha minus I beta is also an eigenvalue of A. അതുപോലെ if K is an eigenvector corresponding to lambda, then its conjugate K bar is an eigenvector corresponding to lambda conjugate. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന എന്താണ്? എ എന്ന് പറഞ്ഞൊരു സ്ക്വയർ മെട്രിക്സ് ഉണ്ട് വിത്ത് റിയൽ എൻട്രീസ്. അതിൽ ലാംഡ ഇസ് ഈക്വൽ ടു ആൽഫ പ്ലസ് ഐ ബീറ്റ. ഇതൊരു കോംപ്ലക്സ് ഐഗൺ വാല്യൂ ആണെങ്കിൽ, കോംപ്ലക്സ് ഐഗൺ വാല്യൂ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ബീറ്റ എന്തായിരിക്കണം? നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കണം. ഇത് എ എന്ന് പറഞ്ഞ മെട്രിക്സിൻ്റെ കോംപ്ലക്സ് ഐഗൺ വാല്യൂ ആണെങ്കിൽ ഇതിൻ്റെ കോൺജുഗേറ്റ് എന്താ വരിക? ആൽഫ മൈനസ് ഐ ബീറ്റ. ഇതിനെ നമുക്ക് ലാംഡ ബാർ കോൺജുഗേറ്റ്, ലാംഡയുടെ കോൺജുഗേറ്റ് ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യാം. സോ ഇതെന്തായിരിക്കും? ഇതും എയുടെ ഐഗൺ വാല്യൂ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ലാംഡ എയുടെ ഐഗൺ വാല്യൂ ആണെങ്കിൽ അതിൻ്റെ കോൺജുഗേറ്റും എയുടെ ഐഗൺ വാല്യൂ ആയിരിക്കും. കൂടാതെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ലാംഡയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൺ വെക്ടറാണ് കെ എങ്കിൽ, കെ എന്ന് പറയുന്നത് ലാംഡയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൺ വെക്ടറാണ്. സോ അങ്ങനെയാണെങ്കിൽ ഈ കെയുടെ കോൺജുഗേറ്റ് ലാംഡയുടെ കോൺജുഗേറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൺ വെക്ടർ ആയിരിക്കും. സോ നമുക്കിവിടെ ലാംഡയുടെ ഐഗൺ വെക്ടർ കണ്ടു കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് അതിൻ്റെ കോൺജുഗേറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലാംഡ കോൺജുഗേറ്റിൻ്റെ ഐഗൺ വെക്ടർ കിട്ടും. അപ്പോൾ ഇങ്ങനെ ഒരു കോംപ്ലക്സ് ഐഗൺ വാല്യൂസ് ആണ് വരുന്നത് എങ്കിൽ നമുക്ക് അവിടെ ഒന്നിൻ്റെ ഐഗൺ വെക്ടർ കണ്ടാൽ മതി. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ കോൺജുഗേറ്റിൻ്റെ ഐഗൺ വെക്ടേഴ്സ് കാണാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി? നമുക്ക് കിട്ടിയ ഐഗൺ വെക്ടറിൻ്റെ കോൺജുഗേറ്റ് എടുത്താൽ മതി. ഇതാണ് കോംപ്ലക്സ് ഐഗൺ വാല്യൂസും അതിൻ്റെ ഐഗൺ വെക്റ്റേഴ്സും തമ്മിലുള്ള റിലേഷൻസ്. ഇനി നമുക്കൊരു പ്രോബ്ലം നോക്കാം. പ്രോബ്ലം: ഫൈൻഡ് ഐഗൺ വാല്യൂസ് ആൻഡ് ഐഗൺ വെക്റ്റേഴ്സ് ഓഫ് ദ മെട്രിക്സ് എ ഇസ് ഈക്വൽ ടു 6 - 1 5 4. ഇതൊരു 2x2 മെട്രിക്സ് ആണ് വിത്ത് റിയൽ എൻട്രീസ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ ഐഗൺ വാല്യൂസ് നമുക്ക് കാണണം. അപ്പോൾ ഐഗൺ വാല്യൂസ് കാണുന്നുണ്ടെങ്കിൽ എന്താണ്? ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എഴുതണം. അപ്പോൾ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഈസ് എന്താണ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ വരിക? ഡിറ്റർമിനൻ്റ് ഓഫ് a minus lambda I is equal to 0, where I is the identity matrix of order 2. So that is determinant of
ഇവിടെ എ എന്ന് പറഞ്ഞ മെട്രിക്സ് നമുക്ക് തന്നിട്ടുണ്ട്. അതിൽ നിന്നും മൈനസ് ലാംഡ ഐ ചെയ്താൽ മതി. ഐ എന്ന് വെച്ചാൽ ഡയഗണൽ എലമെൻസിൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ? 1 ഉണ്ടാവുള്ളൂ. സോ ഇവിടെ ഡിറ്റർമിനൻ്റ് ഓഫ് എ മൈനസ് ലാംഡ ഐ ചെയ്യുമ്പോൾ 6 മൈനസ് ലാംഡ -1 5 4 മൈനസ് ലാംഡ. ഈ ഡയഗണലിൽ മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി? ലാംഡ കൊണ്ട് മൈനസ് ചെയ്താൽ മതി. സോ ഇനി ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് വാല്യൂസ് കാണണം. ദാറ്റ് ഈസ് ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് വാല്യൂ എന്താ ചെയ്യേണ്ടത്? ദിസ് ഇവിടെ വരുന്ന എലമെൻറ്റ് ഇൻറ്റു ദിസ് എലമെൻറ്റ് 6 മൈനസ് ലാംഡ ഇൻറ്റു 4 മൈനസ് ലാംഡ. അതിൽ നിന്നും ഏത് സബ്സ്ട്രാക്ട് ചെയ്യണം? 5 ഇൻറ്റു -1 സബ്സ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ -5 ഇൻറ്റു -1 എന്ന് പറയുമ്പം -5 is equal to 0. That is 6 into 4 which is 24 minus 6 into lambda minus lambda into 4 lambda. ഇനി മൈനസ് ലാംഡയും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പ്ലസ് ലാംഡ സ്ക്വയർ. ഇവിടെ ഈ മൈനസും കൂടി പ്ലസ് ആകും. +5 is equal to 0. ദാറ്റ് ഈസ് ആദ്യം നമ്മൾ ലാംഡ സ്ക്വയറിൻ്റെ ടേംസ് എഴുതുന്നു. അപ്പോൾ ലാംഡ സ്ക്വയർ ഇവിടെ -6 ലാംഡയും -4 ലാംഡയും രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ -10 ലാംഡ. ദെൻ ഇവിടെ 24 ഉണ്ട്, ഇവിടെ 5 രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ 29 വിച്ച് ഈസ് ഈക്വൽ ടു 0. സോ ഇതാണ് നമ്മുടെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത്, വിച്ച് ഈസ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഇൻ ലാംഡ. സോ ഇതിൻ്റെ സൊല്യൂഷൻ കാണണം. അപ്പോൾ ഇതിൻ്റെ സൊല്യൂഷൻ കാണാനുള്ള ഇക്വേഷൻ എന്താ? ലാംഡ ഇസ് ഈക്വൽ ടു, അതായത് നമുക്കറിയാം ax² പ്ലസ് bx പ്ലസ് c ഇസ് ഈക്വൽ ടു 0. ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഇൻ എക്സ് ആണ്. സോ ഇതിൻ്റെ എക്സിൻ്റെ വാല്യൂ കാണാൻ നമ്മൾ എന്തായിരുന്നു? എക്സ് ഇസ് ഈക്വൽ ടു -b പ്ലസ് ഓർ മൈനസ് √b² -4ac/2a. ഈ ഇക്വേഷനാണ് നമ്മൾ യൂസ് ചെയ്യാറ്. സോ ഈ സെയിം ഇക്വേഷൻ തന്നെ ഇവിടെ യൂസ് ചെയ്യുമ്പം എന്താ വരിക? -b എന്ന് പറയുമ്പോൾ ഇവിടെ ബിയുടെ സ്ഥാനത്ത് തന്നെ -10 ആണുള്ളത്. സോ അതിൻ്റെ മൈനസ് എടുക്കുമ്പോൾ നമുക്ക് 10 കിട്ടും. 10 പ്ലസ് ഓർ മൈനസ് √b² എന്ന് പറയുമ്പോൾ -10ൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പം 100 മൈനസ് 4 ഇൻറ്റു ഇവിടെ എയുടെ വാല്യൂ എന്താ? അതായത് ലാംഡ സ്ക്വയറിൻ്റെ കോൺജുഗേറ്റ് 1 ആണ്. ഇൻറ്റു സിയുടെ വാല്യൂ 29 ഡിവൈഡഡ് ബൈ 2 into a is 1. So which is equal to 10 plus or minus 100 minus 4 into 29. 4 into 29 മൾട്ടിപ്പിൾ ചെയ്തിട്ട് അത് 100ൽ നിന്നും സബ്സ്ട്രാക്റ്റ് ചെയ്യുക. സോ സബ്സ്ട്രാക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ എന്താ വരിക? √-16 എന്ന് വരും ഡിവൈഡഡ് ബൈ 2. സോ ഇവിടെ സ്ക്വയർ റൂട്ടിൻ്റെ ഉള്ളിൽ നെഗറ്റീവ് വാല്യൂ വന്നു. ഇങ്ങനെ നെഗറ്റീവ് വാല്യൂ വരുമ്പോൾ നമ്മൾ ഇതിൻ്റെ റൂട്ട് എടുക്കുമ്പോൾ എന്താ വരിക? കോംപ്ലക്സ് റൂട്ടാണ് വരിക അല്ലേ? √-16 എന്ന് പറയുമ്പോൾ എന്താണ് അതിൻ്റെ റൂട്ട് എടുക്കുമ്പോൾ 4i എന്ന് വരും. ഇത് സ്ക്വയർ റൂട്ടിൻ്റെ ഉള്ളിൽ നെഗറ്റീവ് വന്നതുകൊണ്ട് നമുക്ക് കോംപ്ലക്സ് നമ്പറാണ് വരിക. അപ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു 10 പ്ലസ് ഓർ മൈനസ് 4i. i എന്ന് വെച്ചാൽ എന്താ? i ഈസ് ഈക്വൽ ടു √-1 ഡിവൈഡഡ് ബൈ 2. സോ നമ്മൾ ഇതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് വരും? വിച്ച് ഈസ് ഈക്വൽ ടു 5 പ്ലസ് ഓർ മൈനസ് 2i. സോ നമുക്കിവിടെ ലാംഡയുടെ വാല്യൂ കിട്ടി 5 പ്ലസ് ഓർ മൈനസ് 2i. ദാറ്റ് മീൻസ് ദ ഐഗൺ വെക്റ്റേഴ്സ്, ഐഗൺ വാല്യൂസ് ആർ ദ ഐഗൺ വാല്യൂസ്. ഐഗൺ വാല്യൂസിനെ നമുക്ക് എന്ത് വിളിക്കാം? ഐഗൺ വാല്യൂസ് ഓഫ് എ ആർ λ1 λ2 എന്ന് വിളിക്കാം. അപ്പോൾ λ1 ഇസ് ഈക്വൽ ടു 5 പ്ലസ് 2i ആൻഡ് λ2 എന്ന് പറയുന്നത് എന്താ വരിക? വിച്ച് ഈസ് ഈക്വൽ ടു 5 മൈനസ് 2i. ഇവിടെ നോക്കൂ, λ1ൻ്റെ കോൺജുഗേറ്റ് ആണ് λ2 എന്ന് പറയുന്നത്. 5 പ്ലസ് 2iൻ്റെ കോൺജുഗേറ്റ് അല്ലേ 5 മൈനസ് 2i. സോ നമ്മുടെ മെട്രിക്സിൻ്റെ ഐഗൺ വാല്യൂസ് എന്ന് പറയുന്നത് λ1ഉം λ2 ആണ്. ഒന്ന് മറ്റൊന്നിൻ്റെ കോൺജുഗേറ്റ് ആണ്.
ഇനി ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൺ വെക്റ്റേഴ്സ് കാണണം. സോ ഇവിടെ ഏതെങ്കിലും ഒന്നിൻ്റെ ഐഗൺ വെക്റ്റർ കണ്ടാൽ മതി, അതിൻ്റെ കോൺജുഗേറ്റ് എടുത്താൽ നമുക്ക് അടുത്തതിൻ്റെ ഐഗൺ വെക്റ്റർ കിട്ടും. സോ നമ്മൾ ലാംഡ വണ്ണിൻ്റെ ഐഗൺ വെക്റ്റർ കാണുന്നു. ദ ഐഗൺ വെക്റ്റർ corresponding to lambda 1. The eigenvector corresponding to lambda 1 is equal to 5 plus 2i is എന്താ വരിക? a minus ലാംഡ ഐ ആയിരുന്നു നമ്മൾ കൊടുക്കാറ്. ഇവിടെ ലാംഡ എന്ന് പറയുന്നത് എന്താ? 5 plus 2i. അപ്പോൾ 5 plus 2i into i ഇൻറ്റു നമ്മുടെ ഐഗൺ വെക്ടറായ കെ എന്ന് പറഞ്ഞ മെട്രിക്സ് വിച്ച് ഈസ് ഈക്വൽ ടു 0. സോ ഈ കെ എന്ന് പറഞ്ഞ മെട്രിക്സ് ആണ് നമുക്ക് കാണേണ്ടത്. അപ്പം നമ്മുടെ എ മൈനസ് 5 പ്ലസ് 2i ഇൻറ്റു ഐ എന്ത് കിട്ടും? എ എന്ന് പറഞ്ഞ മെട്രിക്സ് എന്തായിരുന്നു? എ ഈസ് ഈക്വൽ ടു 6 മൈനസ് 1 5 4 ആണ്. സോ എ മൈനസ് 5 പ്ലസ് 2i ഇൻറ്റു ഐ ഇതെന്ത് കിട്ടും? ദാറ്റ് ഈസ് 6 minus 5 plus 2i. ഇവിടെ വ്യത്യാസം വരില്ല, ഇവിടെ എലമെൻറ്റ് തന്നെ -1, ഇവിടെ 5, ഇവിടെ എന്ത് വരും? 4 മൈനസ് 5 പ്ലസ് 2i ഇൻറ്റു കെ ഉള്ള മെട്രിക്സിനെ നമുക്ക് എങ്ങനെ എടുക്കാം? K1 K2 എന്ന് എടുക്കാം, വിച്ച് ഈസ് ഈക്വൽ ടു 0. ദാറ്റ് മീൻസ് 0 മെട്രിക്സ്. സോ ഇവിടെ നമുക്ക് എന്ത് കിട്ടും? ദാറ്റ് ഈസ് 6 മൈനസ് 5 വിച്ച് ഈസ് 1. അപ്പോൾ 1 മൈനസ് 2i, ഇവിടെ -1 തന്നെ, ഇവിടെ 5, ഇവിടെ എന്ത് വരും? 4 മൈനസ് 5 വിച്ച് ഈസ് -1 മൈനസ് 2i ഇൻറ്റു K1 K2 is equal to 0 matrix 0 0. സോ ഇത് 2x2 മെട്രിക്സ് ആയതുകൊണ്ട് നമുക്ക് നേരിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. സോ ഇവിടെ നിന്നും നമുക്ക് 2 ഇക്വേഷൻസ് കിട്ടും, K1ലും K2ലുള്ള. സോ ദാറ്റ് ഈസ് ഫസ്റ്റ് റോ ഇൻറ്റു ദിസ് കോളം. അപ്പോൾ 1 മൈനസ് 2i ഇൻറ്റു K1 പ്ലസ് -1 ഇൻറ്റു K2 -1 into K2 is equal to 0. And next എന്താ കിട്ടുക? 5 into K1. അപ്പോൾ 5K1 plus -1 minus 2i into K2 which is equal to 0. സോ ഇങ്ങനെ 2 ഇക്വേഷൻസ് കിട്ടും. സോ ഫസ്റ്റ് ഇക്വേഷനിൽ നിന്ന് നമുക്ക് എന്ത് എഴുതാം? ഈ -1 into K2നെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് എടുക്കുമ്പോൾ that is K2 is equal to എന്ത് കിട്ടും? 1 മൈനസ് 2i ഇൻറ്റു K1 കിട്ടും ഫസ്റ്റ് ഇക്വേഷനിൽ നിന്നും. ആൻഡ് സെക്കൻഡ് ഇക്വേഷനിൽ നിന്നോ? സെക്കൻഡ് ഇക്വേഷനിൽ നിന്ന് നമുക്ക് ഇവിടെ K2 is equal to എന്ന് പറഞ്ഞാൽ എന്താ കിട്ടുക? K2 is equal to, അതായത് ഈ എലമെൻറ്റിനെ നമ്മൾ ഓപ്പോസിറ്റിലേക്ക് എടുത്തു കഴിഞ്ഞാൽ, ഇവിടെ ഓൾറെഡി മൈനസ് നമുക്ക് പുറത്തുനിന്ന് എടുക്കാനുണ്ട്, ആ മൈനസിനെ നമ്മൾ ഇവിടേക്ക് പോകുമ്പോൾ എന്തായിട്ട് മാറും? പോസിറ്റീവായിട്ട് മാറും. സോ K2 is equal to എന്ത് കിട്ടും? 5 divided by 1 plus 2i K1. ഓക്കെ, സോ ദാറ്റ് ഈസ്, ഇതിൽ നിന്ന് നമുക്ക് എന്ത് എഴുതാം? ഇവിടെ K2 is equal to ദിസ് വാല്യൂ കിട്ടി. ഇതിൽ നിന്നോ K2 is equal to 5 divided by 1 plus 2i K1 അല്ലേ? സോ ഇവിടെ 1 plus 2i എന്ന് പറഞ്ഞ കോംപ്ലക്സ് നമ്പർ ഡിനോമിനേറ്ററിലാണ് വന്നത്. സോ അതിൻ്റെ കോൺജുഗേറ്റ് കൊണ്ട് നമ്മൾ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും മൾട്ടിപ്പിൾ ചെയ്യുന്നു. എന്ത് വരും? 5 into 1 minus 2i divided by 1 plus 2i into 1 minus 2i into K1 which is equal to,
ഇവിടെ 1 പ്ലസ് 2i ഉണ്ട്, അതുപോലെ 1 മൈനസ് 2i ഉണ്ട്. അത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താണ്? ഇത് ഒരു a പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ആണ്. അപ്പോൾ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. അപ്പോൾ 1 സ്ക്വയർ, അപ്പോൾ ഡിനോമിനേറ്ററിൽ എന്താ വരിക? 1 സ്ക്വയർ വിച്ച് ഈസ് 1 മൈനസ് ബി സ്ക്വയർ അല്ല. അപ്പോൾ 2i ഓൾ സ്ക്വയർ എന്ന് വെച്ചാൽ എന്താ വരിക? 2ൻ്റെ സ്ക്വയർ 4, ഐൻ്റെ സ്ക്വയർ മൈനസ് വരും. അപ്പോൾ -4 അല്ലേ? അപ്പോൾ -4 എന്ന് വരും. അതായത് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. ഈ ന്യൂമറേറ്ററിൽ എന്താ ഉള്ളത്? 5 ഇൻറ്റു 1 മൈനസ് 2i k1. സോ വിച്ച് ഈസ് ഈക്വൽ ടു, ഇവിടെ 1 മൈനസ് 4 എന്നുള്ളത് പ്ലസ് ആകും. അപ്പോൾ 1 പ്ലസ് 4 വിച്ച് ഈസ് 5. ആ 5ഉം ഈ 5ഉം ക്യാൻസൽ ചെയ്തിട്ട് ബാക്കി എന്താ വരിക? 1 മൈനസ് 2i ഇൻറ്റു k1. അപ്പോൾ k2 ഈസ് ഈക്വൽ ടു 1 മൈനസ് 2i ഇൻറ്റു k1 എന്ന് കിട്ടി. സോ നമുക്ക് രണ്ട് ഇക്വേഷനിൽ എന്ത് തന്നെയാണ് കിട്ടിയത്? ഫസ്റ്റ് ഇക്വേഷനിൽ നിന്നും സെക്കൻഡ് ഇക്വേഷനിൽ നിന്നും നമുക്ക് k2 ഈസ് ഈക്വൽ ടു 1 മൈനസ് 2i ഇൻറ്റു k1 എന്നാണ് കിട്ടിയത്. സോ നമ്മൾ ഇവിടെ k1ന് വാല്യൂ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമുക്ക് k2ൻ്റെ വാല്യൂ കിട്ടും. ചൂസിങ് k1 ഈസ് ഈക്വൽ ടു 1, ദെൻ നമ്മുടെ ഐഗൺ വെക്ടർ എന്തായിട്ട് മാറും? k1 ഈസ് ഈക്വൽ ടു 1 ആകുമ്പോൾ k2 ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? k2 ഈസ് ഈക്വൽ ടു 1 മൈനസ് 2i അല്ലേ? വി ഗെറ്റ് k2 ഈസ് ഈക്വൽ ടു 1 മൈനസ് 2i. സോ നമ്മുടെ ഐഗൺ വെക്ടർ കിട്ടി. അപ്പോൾ നമുക്ക് എന്താ അറിയാം? ദ ഐഗൺ വെക്ടർ കറസ്പോണ്ടിങ് ടു λ1 is equal to 5 plus 2i ഈസ്, അതിന് നമുക്ക് k1 എന്ന് പറഞ്ഞ് റെപ്രസെൻറ്റ് ചെയ്യാം. k1 ഈസ് ഈക്വൽ ടു, ഫസ്റ്റ് എലമെൻറ്റ് k1 അല്ലായിരുന്നു, ഈ സ്മോൾ k1. സോ 1 ആൻഡ് സെക്കൻഡ് എലമെൻറ്റ് സ്മോൾ k2 ആണ്, അത് 1 മൈനസ് 2i. അപ്പോൾ നമ്മുടെ λ1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൺ വെക്ടർ എന്ന് പറയുന്നത് 1 മൈനസ് 2i ഇതാണ്. സോ നമ്മുടെ λ2ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൺ വെക്ടർ എന്തായിരിക്കും? ഇതിൻ്റെ കോൺജുഗേറ്റ് ആയിരിക്കും. സോ ദെൻ ദ ഐഗൺ വെക്ടർ corresponding to λ2 is equal to 5 minus 2i. ഇതെന്തായിരുന്നു? λ1ൻ്റെ കോൺജുഗേറ്റ് ആണ്. അപ്പോൾ ഈസ് എന്തായിരിക്കും? അതിനെ നമുക്ക് k2 എന്ന് റെപ്രസെൻ്റ് ചെയ്യാം. ആ k2 എന്താണ്? k1ൻ്റെ കോൺജുഗേറ്റ് ആണ്. സോ വിച്ച് ഈസ് ഈക്വൽ ടു 1 പ്ലസ് 2i. 1 മൈനസ് 2iൻ്റെ കോൺജുഗേറ്റ് ആണ് 1 പ്ലസ് 2i. സോ ഈ രീതിയിലാണ് നമുക്ക് കോംപ്ലക്സ് ഐഗൺ വാല്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ കറസ്പോണ്ടിങ് ഐഗൺ വെക്റ്റേഴ്സ് കാണുന്നത്. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.